ഹായ് ഫ്രണ്ട്സ്, ആരതി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇടിച്ചക്ക തോരനാണ് വെക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇടിച്ചക്ക, എനിക്കൊരു ഇടിച്ചക്കയുടെ ഫുള്ളും കാര്യമില്ല, എന്നാലും ഇടിച്ചക്ക മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇടിച്ചക്ക തോരൻ വെക്കുന്നത്. എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഇങ്ങനെയാണോ വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. നമ്മൾ ചക്ക വെട്ടുമ്പോൾ അതിനകത്ത് കുറച്ച് കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ഒന്നിലെ ഒരു ചകിരിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വെച്ച് കറ നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കിയ ശേഷം രണ്ടായിട്ട് പൊളന്ന് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക വീണ്ടും അതിനെ നാലായി പൊളക്കണം. എനിക്ക് അതിൻ്റെ ഒരു പീസിൻ്റെ കാര്യമുള്ളൂ. വേണ്ടവർ എത്രയോ ആവശ്യത്തിനെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് എടുക്കേണ്ടത്. അതിൻ്റെ പുറമേ ഉള്ള പച്ചത്തൊലി നല്ല വൃത്തിയായിട്ട് കളഞ്ഞ് അതെല്ലാം കളഞ്ഞ ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. നന്നായിട്ട് തൊലിയെല്ലാം കളയണം. അതിനകത്ത് കറ പോകാനായിട്ട് ഒന്നിലെ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചകിരിയോ വല്ലതും വെച്ച് തൂത്ത് വൃത്തിയാക്കിയ ശേഷം കയ്യിൽ എണ്ണ തടവി കൊടുത്താൽ മതി. അപ്പം കയ്യിൽ കറ പിടിക്കില്ല. എന്നിട്ടത് മുറിച്ച് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇത് അപ്പച്ചെമ്പിൽ വെച്ച് നന്നായിട്ട് ആവി കയറണം. ആവി കയറുമ്പോൾ ഇടിച്ചക്ക നല്ല വെന്ത് വരും. വെന്ത് വന്ന ശേഷം നമ്മുടെ മിക്സിയിൽ ഇടിക്കല്ലിലുണ്ടെങ്കിൽ ഇടികല്ലിൽ, അല്ലെങ്കിൽ മിക്സിയിലിട്ട് മിക്സി പുറകോട്ട് കറക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു വരും. മിക്സിക്ക് പറ്റാത്തൊരു ഇടികല്ലിൽ നന്നായിട്ട് ഇടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ച് വലിച്ചാൽ മതി. ഇത് ആവി കയറി നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. തണുത്ത ശേഷം മാത്രം ആവി കയറി തണുത്ത ശേഷം മാത്രം ഇടികല്ലിലിട്ട് അരച്ചെടുക്കുക. അതിനകത്തേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനം കൂടി അരച്ച് ചേർക്കണം. ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക എടുക്കുക. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഗ്യാസിൽ ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുക് വറക്കുക. കടുക് വറുത്ത ശേഷം നമ്മുടെ ഇടിച്ചു വച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇടുക. അതിലേക്ക് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എല്ലാം അരച്ചത് അതും കൂടി ചേർക്കുക. ഇളക്കിയെടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓടി ഓടി വന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കഴിച്ച് നോക്കണേ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ, മെസ്സേജ് ഇടണേ, കമൻറ്റ് ഇടണേ. എല്ലാവരും ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ, താങ്ക് യു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.